ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഭക്ഷണവും മനുഷ്യരും. അപ്പോൾ നമുക്ക് പാഠം തുടങ്ങിയാലോ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ 16, മറക്കരുത്. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണുണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. എന്ത് രുചിയായിരുന്നെന്നോ. ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ ഈ കുറിപ്പ് എന്തിനെക്കുറിച്ചുള്ളതാണ്? ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുള്ള ഒരു കുറിപ്പാണ്. അന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കൂളിലും ഇങ്ങനെ സംഘടിപ്പിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഓരോ കുട്ടിയും അവർക്ക് പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരണം. എന്നിട്ട് അത് പ്രദർശിപ്പിക്കും, അല്ലേ? അപ്പോൾ സ്റ്റാളുകളും ഉണ്ടാകും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളവ വാങ്ങിക്കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കുട്ടി കണ്ട കുറച്ച് ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ഏതൊക്കെ വിഭവങ്ങളാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്? അപ്പോൾ ആരാണത് എഴുതിയത്? സിബി ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്. ഇതൊക്കെയാണ് സിബി പറഞ്ഞ ആ ഒരു ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ. ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യവിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? അവയുടെ ഒരു പട്ടിക തയ്യാറാക്കൂ. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കണം. നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ഉണ്ട്, അല്ലേ? ഭക്ഷണ സമ്പാദനം. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മനുഷ്യർക്ക് നിലനിൽക്കാൻ എന്ത് വേണം? ഭക്ഷണം വേണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാ ജീവികളുടെയും ആദ്യത്തെ കാലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, ഇതൊക്കെയായിരുന്നു. അതുകൂടാതെ ചില ജീവികൾ മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുമായിരുന്നു. ജീവികൾ മാത്രമല്ല, മനുഷ്യരും ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. കണ്ടില്ലേ? ആദിമ മനുഷ്യരാണ്, അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ ഒരു മാനിനെ അവർ വേട്ടയാടുന്നു. പിന്നെ ആ മാനിനെ എല്ലാവരും കൂടി പാകം ചെയ്ത് കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നു. പിന്നെയോ മത്സ്യത്തെ പിടിക്കുന്നു. നാലാമത്തേതും അതൊക്കെ തന്നെയാണ്. എല്ലാവരും കൂട്ടമായി ഗുഹയിൽ താമസിക്കുന്നു. കണ്ടില്ലേ? ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. നമ്മളത് കണ്ടു, അല്ലേ? ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? ഭക്ഷണം ശേഖരിച്ചിരുന്നു. അവരെല്ലാവരും കൂടി ഭക്ഷണം ശേഖരിച്ചിരുന്നു. പിന്നെയോ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. മീൻ പിടിച്ചിരുന്നു. കല്ലുകളും കമ്പുകളും ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ കൂട്ടമായി വേട്ടയാടിയിരുന്ന ഭക്ഷണം പങ്കിട്ട് കഴിച്ചിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്തത്, വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും അവർക്ക് വേട്ടയാടി ലഭിച്ചിട്ടുണ്ടാവുക? അതുപോലെ തന്നെ ഭക്ഷണം ശേഖരിക്കുന്നതിലൂടെ കിട്ടിയിട്ടുണ്ടാവുക ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളായിരിക്കും? കായ്കനികൾ, കായ്കളും അതുപോലെ തന്നെ ഫലങ്ങളും, കായ്കനികൾ,
വേരുകളും കിഴങ്ങുകളും, പിന്നെയോ മൃഗങ്ങളുടെ മാംസം, മത്സ്യങ്ങൾ, ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പൂവുകൾ, ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. തീ ഉൽപാദനവും നിയന്ത്രണവും. ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു. ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആദിമ മനുഷ്യർ എങ്ങനെയാണ് തീ ഉണ്ടാക്കിയത്? അവരിങ്ങനെ കണ്ടു, ഉണങ്ങിയ മരങ്ങൾ ഇങ്ങനെ കൂട്ടിയുരയുമ്പോൾ അതിൽ നിന്ന് തീ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പാറയിൽ ഉരഞ്ഞാലും തീ ഉണ്ടാകും എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഉണക്കമരം പാറയിൽ ഉരച്ചോ അല്ലെങ്കിൽ കല്ലുകൾ തമ്മിൽ കൂട്ടിയുരച്ചോ തീ ഉണ്ടാക്കാനായി ശ്രമിച്ചു. അങ്ങനെ അവർക്ക് തീ ലഭിച്ചു. ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ്? അവർക്ക് തീയുടെ ഉപയോഗമൊന്നും അറിഞ്ഞിരുന്നില്ല അല്ലേ? അപ്പോൾ എന്തു ചെയ്യും? കിട്ടുന്ന സാധനങ്ങളൊക്കെ പച്ചയ്ക്ക് കഴിക്കുമായിരുന്നു. അത് ഇറച്ചിയായാലും മീനായാലും. എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അല്ലേ, ഉണങ്ങിയ മരങ്ങളും അതുപോലെ തന്നെ പാറയിൽ ഉരയുമ്പോഴൊക്കെ തീ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ എന്ത് ചെയ്തു? തീ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. അപ്പോൾ ആദ്യം പച്ചയ്ക്കാണ് കഴിച്ചിരുന്നത് എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ തീ കണ്ടുപിടിച്ചതോടുകൂടി അവരെന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പക്ഷെ പാകം ചെയ്ത് കഴിക്കണമെങ്കിൽ ഇത് പാകം ചെയ്താണ് കഴിക്കേണ്ടത്, അതാണ് കഴിക്കാൻ നല്ലത് എന്ന് അവർക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കാട്ടുതീയിൽപ്പെട്ട് വെന്ത മൃഗങ്ങളുടെ മാംസം ഭക്ഷിച്ചു നോക്കിയപ്പോഴാണ് പച്ചമാംസത്തേക്കാൾ കഴിക്കാൻ സ്വാദും നല്ലതും ഏതാണെന്ന് മനസ്സിലായത്? വെന്ത മാംസമാണ് എന്ന് മനസ്സിലായത്. അതിൽ നിന്നാണ് അവർ പിന്നെ മാംസവും അതുപോലെ തന്നെ മത്സ്യങ്ങളും പിന്നെ കിഴങ്ങുകളുമൊക്കെ ചുട്ടു തിന്നാനായിട്ട് ആരംഭിച്ചത്. പിന്നെ അവർ ഭക്ഷണമൊന്നും സൂക്ഷിച്ചു വെച്ചിരുന്നില്ല. ഓരോ ദിവസത്തേക്കുള്ളത് വേട്ടയാടി പിടിച്ച് കഴിക്കുന്ന ഒരു ശീലമായിരുന്നു. പിൽക്കാലത്ത് അത് മാറി. എന്തു ചെയ്തു? ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കാം ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അവർക്ക് വേട്ടയാടൽ കൂടാതെ മറ്റു മാർഗങ്ങളും സ്വീകരിക്കണം എന്ന് തോന്നിയത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കുറച്ച് തന്നിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, അതായത് അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണങ്ങൾ കുറഞ്ഞത്. പിന്നെയോ ജനസംഖ്യാ വർധനവ്, ജനങ്ങൾ വർദ്ധിച്ചത്. അതുപോലെ തന്നെ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആദ്യം ചൂട് വരും, തണുപ്പ് വരും, പിന്നെ മഞ്ഞ് വരും, അങ്ങനെ ഒരുപാട് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പിന്നെ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. പ്രകൃതി ദുരന്തങ്ങൾ, അതായത് കാട്ടുതീ, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം ലഭിക്കാതെയാകും. പിന്നെയോ ഭക്ഷണം സംഭരിക്കാനുള്ള ബുദ്ധിമുട്ട്, കിട്ടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. ഓരോ ദിവസത്തേക്കാണ് അവർ വേട്ടയാടിയിരുന്നത്, പക്ഷേ അവർക്ക് പിന്നീട് അത് സൂക്ഷിച്ചു വെക്കണമെന്ന് തോന്നി, അതിനുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ വേട്ടയാടാനുള്ള അസൗകര്യങ്ങൾ. ഇന്നത്തെ കാലത്തുള്ള സൗകര്യങ്ങളൊന്നും അന്നൊന്നുമില്ല അല്ലേ? അപ്പോൾ അവർക്ക് വേട്ടയാടി ഭക്ഷണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ വേറെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് വന്നു. ഭക്ഷ്യോൽപാദനം. കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിനാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഭക്ഷണത്തിനായിട്ട് അവരെന്ത് ചെയ്തു?
മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. വീട്ടിലൊക്കെ ഇങ്ങനെ വളർത്തു മൃഗങ്ങളാക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അവർ വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കണം, ഏത് മൃഗങ്ങളെയാണ് ആദ്യമായി ഇണക്കി വളർത്തിയത്? ആട്, ചെമ്മരിയാട്. എന്തിനാണ്? ഭക്ഷണ ആവശ്യത്തിനാണ് അവരങ്ങനെ ചെയ്തത്. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി ആദ്യം വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു എന്ന് കണ്ടു അല്ലേ? എന്നാൽ മനുഷ്യരോട് ആദ്യം അടുപ്പം കാണിച്ചതും അതുപോലെ തന്നെ ഇണങ്ങിയതും എല്ലാം ആരായിരുന്നു? നായയാണ്. അപ്പോൾ നായയെ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്? വേട്ടയാടലിനും അതുപോലെ തന്നെ കാവലിനും ഒക്കെ നായകളെ ഉപയോഗപ്പെടുത്തി. പിന്നെ കൃഷി വ്യാപകമായതോടെ, കൃഷി ഒരുപാട് കൂടിയതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി. മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിലുണ്ടായത്? മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചു. അപ്പോൾ അതുമൂലം മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. മൃഗങ്ങളും അതുപോലെ തന്നെ സസ്യങ്ങളും വന്നതോടുകൂടി കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിച്ചു. പിന്നെയോ കൃഷിപ്പണികൾ എളുപ്പമായി. മൃഗങ്ങളെ വെച്ച് കൃഷിപ്പണികൾ ചെയ്തു അല്ലേ? അതുപോലെ തന്നെ ഒരിടത്ത് സ്ഥിരമായി വീട് വെച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. കൃഷിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അലഞ്ഞു നടക്കാൻ കഴിയില്ല അല്ലേ? അതുകൊണ്ട് തന്നെ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനായിട്ട് തുടങ്ങി. ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികസനത്തിന് കാരണമായി. ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഗ്രാമങ്ങളും പട്ടണങ്ങളും എല്ലാം രൂപീകരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അവർ കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ വസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം. അങ്ങനെയാണ് അവർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുമുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ എന്താണ് പറയുന്നത്? ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ അതിൽ നിന്ന് കുരുക്കളൊക്കെ ഉണ്ടാവും അല്ലേ? വിത്തുകൾ, അവ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുതിയ തൈകൾ കിട്ടും എന്ന് അവർക്ക് തോന്നിക്കാണണം. അതുപോലെ തന്നെ വെള്ളത്തിലിട്ടാൽ ഈ വിത്തുകൾ ചീയുന്നുണ്ട്, പാറപ്പുറത്തിട്ടാൽ ഇത് ഉണങ്ങുന്നുമുണ്ട്, എന്നാൽ മണ്ണിലിട്ടാൽ ഇത് മുളച്ചു പൊങ്ങുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരത് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെയോ കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായ തൈകളും വിത്തുകളും അതുപോലെ തന്നെ ചെടികളുമൊക്കെ അവർ കണ്ടെത്തി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് ചെയ്തത് ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഈ കൃഷിക്ക് എന്തൊക്കെ വേണം? ജലം വേണം, വളക്കൂറുള്ള മണ്ണ് വേണം. അതിന് നദീതടമാണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കി അവർ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ആദിമ മനുഷ്യർ സസ്യങ്ങളെ പരിപാലിച്ചതെന്ന് അല്ലേ? കൃഷിക്ക് അനുയോജ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭിക്കുന്ന നദീതീരങ്ങളിൽ കൃഷി ചെയ്തു. ഭക്ഷ്യയോഗ്യമായ ചെടികൾ, വേരുകൾ, തൈകൾ എന്നിവ കൃഷി ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യം അവർ കൃഷി ചെയ്തത്.
കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് ഒരു സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ നേട്ടമുണ്ടായിട്ടുണ്ടാകാം? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. അതുപോലെ കൂടുതൽ വിശ്രമ സമയം കിട്ടി. പിന്നെ സാമൂഹിക ജീവിതം ആരംഭിച്ചു. അതായത് ഒരു സമൂഹമായി കൂട്ടത്തോടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യനാണ്, ആദിമ മനുഷ്യർക്ക് സ്ഥിരതാമസമുറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായകമായിട്ടുണ്ടാകാം? ചർച്ച ചെയ്യൂ. ആദിമ മനുഷ്യർക്ക് സ്ഥിരതാമസമാക്കാനായിട്ട് നദീതടങ്ങൾ, നദികളുടെ കരകളിലാണ് അവർ സ്ഥിരമായിട്ട് താമസിച്ചിരുന്നത്. എങ്ങനെയെല്ലാം സഹായമായിട്ടുണ്ടാകും എന്നാണ് എഴുതേണ്ടത്. ജലലഭ്യത, വളക്കൂറുള്ള മണ്ണ്, അനുകൂലമായ കാലാവസ്ഥ, ഗതാഗത സൗകര്യം, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, നദീതീരങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ജലലഭ്യത, കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കും. അതുപോലെ തന്നെ വളക്കൂറുള്ള മണ്ണുണ്ടായിരുന്നു. അനുകൂലമായ കാലാവസ്ഥ. പിന്നെയോ ഗതാഗത സൗകര്യം, ജലത്തിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, വേണമെങ്കിൽ അവർക്ക് നദികളിൽ നിന്ന് മത്സ്യബന്ധനവും നടത്താം. കൂടാതെ നദീതീരങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ആദ്യകാല കാർഷികോപകരണങ്ങൾ. ആദ്യകാലത്ത് കാർഷിക ഉപകരണങ്ങളായിരുന്നത് എന്തൊക്കെയാണ്? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് ഒഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. എന്തൊക്കെയാണ്? കമ്പ്, മരത്തിൻ്റെ കമ്പുകൾ, അതുപോലെ തന്നെ കല്ല്, മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവയൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം. ആദിമ മനുഷ്യർ അന്നന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? ആദ്യം മനുഷ്യർക്ക് ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാനൊന്നും പാത്രങ്ങളോ അതുപോലെ തന്നെ മറ്റു സാമഗ്രികളോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അന്നന്നത്തേക്കാണ് അവരുണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിന് ശേഷം കൃഷി ആരംഭിച്ചപ്പോൾ ഉൽപ്പാദനം കൂടി അല്ലേ? അപ്പോൾ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്തിലൊക്കെയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്? മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ധാന്യപ്പുരകൾ, ജീവികളുടെ പുറംതോടുകൾ, മരപ്പാത്രങ്ങൾ ഇവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട എന്ന് പറയുന്നത്. എന്നാൽ ഈ മണ്ണ് കുഴച്ച് അത് ചുട്ടെടുത്ത് ഉണ്ടാക്കുന്നതാണ് മൺപാത്രങ്ങൾ അല്ലേ? ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കൃഷി വ്യാപകമായി, കൂടുതൽ ധാന്യങ്ങളൊക്കെ കിട്ടി അല്ലേ? അപ്പോൾ അത് സൂക്ഷിച്ചു വയ്ക്കാൻ പാത്രം വേണം. അങ്ങനെയാണ് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിനായി എന്ത് കണ്ടുപിടിച്ചത്? ചക്രം കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ മൺപാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. അത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. അതുപോലെ തന്നെ പ്രാചീന കാലം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരിക്കുന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ധാന്യപ്പുര, ഗ്രാനറി. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു
സിന്ധു നദീതട സംസ്കാരം അഥവാ ഹരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു, ആദിമ മനുഷ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? നദീതടങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യപ്പുരകൾ. അകലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ അവർ സൂക്ഷിച്ചു വച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ മറ്റ് ഏതെല്ലാം ഭക്ഷണ സംഭരണ മാർഗങ്ങൾ അന്നത്തെ മനുഷ്യർ സ്വീകരിച്ചിരുന്നിരിക്കാം? അവയെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് നെല്ലും അതുപോലെ തന്നെ മറ്റു ധാന്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിരുന്നത് എന്ന് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. പത്തായമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് വലിയ ഭരണികളിലൊക്കെ ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അടുത്തത്, ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്? അലൂമിനിയം പാത്രങ്ങൾ, കളിമൺ പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ചെമ്പു പാത്രങ്ങൾ. ഇതിലൊക്കെയാണ് സാധാരണയായി നമ്മുടെ വീടുകളിൽ ആഹാരം പാകം ചെയ്യുന്നതും അതുപോലെ തന്നെ വിളമ്പുന്നതും ഒക്കെ. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് എങ്ങനെയായിരിക്കും ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. അപ്പോൾ പണ്ടുള്ള ആളുകൾ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ സംഭരിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ അത് ആവശ്യമുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ്? തനിക്ക് ആവശ്യമുള്ള വസ്തു മറ്റൊരാളിലുണ്ടെങ്കിൽ അയാൾക്ക് നമ്മുടെ കയ്യിലുള്ള കൂടുതൽ ഉള്ള സാധനം അങ്ങോട്ട് കൊടുക്കും, അയാളിൽ നിന്ന് ആവശ്യമുള്ള വസ്തു ഇങ്ങോട്ട് വാങ്ങും. അങ്ങനെയാണ് കൈമാറ്റം ചെയ്തിരുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ്? നമ്മുടെ കൈവശമുള്ള സാധനം എന്താണോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, എന്നിട്ട് അവരിൽ നിന്ന് അവരുടെ കൈവശം കൂടുതലുള്ളത് നമുക്ക് വാങ്ങുക. ഇങ്ങനെയാണ് കൈമാറ്റം നടന്നിരുന്നത്. കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. നാണയ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലേ? നമുക്ക് കറൻസി ഉണ്ട്, അതുപോലെ തന്നെ ചില്ലറ നാണയങ്ങളുണ്ട് അല്ലേ? അതൊക്കെ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്. എന്നാൽ ഇവ നിലവിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് ഇത്, സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളത്. ഇതിനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അങ്ങനെ സാധനങ്ങൾ കൈമാറി അത് അവസാനം എന്തായി മാറി? കച്ചവടമായി മാറി. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ ആദ്യം ഇങ്ങനെ ആളുകൾ തമ്മിൽ കൈമാറ്റം മാത്രമേ നടന്നിരുന്നുള്ളൂ. പിന്നെ അത് കൂടിയപ്പോൾ അതെന്തായി മാറി? കച്ചവടമായി അല്ലേ? അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. പിന്നീട് ഈ ചന്തകൾ വികസിച്ച് കച്ചവട കേന്ദ്രങ്ങളായി മാറി. പിന്നീടോ ഈ കച്ചവട കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമൊക്കെ എത്തുന്നവർ
വന്ന് അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ പിന്നീട് നഗരങ്ങളായി മാറി. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളുമായിരിക്കാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക? ചർച്ച ചെയ്യൂ. നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. സാധനങ്ങളുടെ കൈമാറ്റം, കച്ചവടം, ചന്തകൾ, കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങൾ. സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്ത് കൊളാഷ് നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. അതായത് ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് ഒരു പ്രദേശത്ത് മാത്രമല്ല, മറ്റുള്ള ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. അപ്പോൾ പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരൊക്കെയാണ് പ്രധാനമായിട്ടും അതിൽ കൈമാറ്റം ചെയ്തിരുന്നത്. ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? കുരുമുളക്, അതുപോലെ തന്നെ ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട, ജാതി. ഇതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. അന്തർദേശീയ വിപണിയിൽ 1-ാം സ്ഥാനമുള്ള സുഗന്ധവ്യഞ്ജനം. ദക്ഷിണേന്ത്യയാണ് ജന്മദേശം. കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും ഉപയോഗിക്കുന്നു. കറുത്ത പൊന്ന് എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവയാണ് ജന്മദേശം. കേരളത്തിലും ആസാമിലും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. അടുത്തത് ഇഞ്ചി. ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്ന് പറയപ്പെടുന്നു. ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പകുതിയിലേറെയും കേരളത്തിലാണ് കൃഷി ചെയ്യുന്നത്. ഇഞ്ചി ഔഷധമായും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിക്കുന്നു. ഗ്രാമ്പു അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള 2ാമത്തെ സുഗന്ധവ്യഞ്ജനമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ചൈനക്കാരാണ് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഉണക്കിയെടുത്ത പൂമൊട്ടുകളാണ് ഇത്. ഭക്ഷണവസ്തുക്കളിലും ഔഷധങ്ങളിലും ഉപയോഗിക്കുന്നു. കറുവപ്പട്ട മരത്തിൻ്റെ പുറംതൊലിയാണ് ഇത്. ഭക്ഷണം രുചികരമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പഴക്കമേറിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. ജാതി ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് ലഭിക്കുന്നതിനും ഔഷധങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനം ആണിത്. കർണാടകയിലും കേരളത്തിലെ പശ്ചിമഘട്ടത്തോട് ചേർന്ന പ്രദേശങ്ങളിലും സമൃദ്ധമായി വളരുന്നു. ഇന്ത്യയിൽ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. അപ്പോൾ കറുത്ത പൊന്ന് എന്നാണ് കുരുമുളക് അറിയപ്പെട്ടത്. അവ വിദേശികൾക്ക് വളരെ പ്രിയമായിരുന്നു. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അതായത് വാസ്കോഡഗാമ വന്ന് തിരിച്ചു പോകുമ്പോൾ പോർച്ചുഗീസുകാരനാണ്, അദ്ദേഹം യാത്രയുടെ ചിലവിൻ്റെ 60 ഇരട്ടി വില വരുന്ന ചരക്കുകൾ കൊണ്ടുപോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാമെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. ഏതൊക്കെയാണ്? മഞ്ഞൾ, വാനില, സർവ്വസുഗന്ധി, കുരുമുളക്, ഏലം, ഇഞ്ചി, കറുവപ്പട്ട, ജാതി.
കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ? പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വിദൂരദേശങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് എന്നാണ് പറയുന്നത്. ചിത്രത്തിൽ കാണുന്ന എല്ലാ ഭക്ഷ്യവിഭവങ്ങളും നിങ്ങൾക്ക് പരിചിതമാണ് അല്ലേ? ഈ ഭക്ഷ്യവിഭവങ്ങളുടെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അന്വേഷിക്കൂ. തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാം. പേരയ്ക്ക. ജന്മദേശം എവിടെയാണ്? മെക്സിക്കോ ആണ് പേരയ്ക്കയുടെ ജന്മദേശം. ഉഷ്ണമേഖലയിലെ ആപ്പിൾ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ മറ്റ് ഭക്ഷ്യവിഭവങ്ങളുടെ ജന്മദേശം കണ്ടെത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കൂ. നിങ്ങൾ തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കണം. ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിനു പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ എന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഈ ഒരു കൈമാറ്റമൊക്കെ ഉണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടി, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്, വിനോദത്തിന്, അതിനൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകൾ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം അത്. ഇനി നമുക്ക് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കാം. ആദ്യം പേരയ്ക്ക തയ്യാറാക്കി. ഇനി നമുക്ക് കശുവണ്ടി. കശുവണ്ടിയുടെ ജന്മദേശം ബ്രസീലാണ്. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കശുവണ്ടി പ്രചരിപ്പിച്ചത്. കേരളത്തിൽ കൂടുതൽ കൃഷിയുള്ളത് കണ്ണൂരിലാണ്. എന്നാൽ കശുവണ്ടി വ്യവസായങ്ങൾ കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം, നാരുകൾ തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അടുത്തത് മരച്ചീനി. ജന്മദേശം ബ്രസീലാണ്. കപ്പ, കൊള്ളി, പൂള എന്നെല്ലാം അറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് മരച്ചീനി കൊണ്ടുവന്നത്. കേരളത്തിലേക്ക് കൊണ്ടുവന്നത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു. പപ്പായ. ജന്മദേശം അമേരിക്ക. പോർച്ചുഗീസ് പപ്പയ്യ എന്ന പദത്തിൽ നിന്നാണ് പപ്പായ എന്ന പദം ഉണ്ടായത്. ഇരുമ്പ്, കാൽസ്യം, വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ പപ്പായയിൽ അടങ്ങിയിരിക്കുന്നു. കൈതച്ചക്ക. ജന്മദേശം ബ്രസീൽ. സ്വർഗീയ ഫലമെന്ന് വിശേഷിപ്പിക്കുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൈതച്ചക്ക പ്രചരിപ്പിച്ചത്. ഉരുളക്കിഴങ്ങ്. ജന്മദേശം പെറു. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഭക്ഷ്യവിളയാണ് ഉരുളക്കിഴങ്ങ്. 1995 കൊളംബിയയിൽ ആയിരുന്നു ആദ്യ യാത്ര. പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളമടങ്ങിയ ഭക്ഷ്യവസ്തുവാണ് ഉരുളക്കിഴങ്ങ്. കച്ചവടത്തിൻ്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെ? നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കിടയിൽ പ്രചരിച്ച ഭക്ഷ്യവിഭവങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. അവയുടെ ജന്മദേശങ്ങൾ കൂടി എഴുതുമല്ലോ. കുറേ പഴങ്ങളുടെ പേര് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ചില ഭക്ഷ്യവിഭവങ്ങളും പല രാജ്യത്തിൽ നിന്നും വന്നതാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കച്ചവടത്തിൻ്റെ വ്യാപനം എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭക്ഷ്യവിഭവം മറ്റൊരു രാജ്യത്തിലേക്ക് എത്തിയതെന്ന്. കച്ചവടത്തിനായി വരുന്നവർ അവരുടെ നാട്ടിലെ ഭക്ഷ്യവസ്തുക്കൾ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അവിടെ സുലഭമായിരുന്നവ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റം സംഭവിച്ചത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതൊക്കെയാണ്? ബിരിയാണി, കബാബ് ഇതൊക്കെ എവിടെ നിന്നാണ്? പേർഷ്യ. ബ്രോസ്റ്റഡ് ചിക്കൻ, ബ്രൗണി അമേരിക്ക. പാസ്ത, പിസ്സ ഇതൊക്കെ വന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ് ഇതൊക്കെ ചൈനയാണ്. അതുപോലെ തന്നെ കട്ട്ലറ്റ്, പാൻകേക്ക് ഇതൊക്കെ എവിടെ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ സുഷി, ജപ്പാൻ. ഷവർമ, കബ്സ, കുനാഫ ഇതൊക്കെ എവിടെയാണ്? അറേബ്യയിൽ നിന്നും വന്ന ഭക്ഷ്യ വിഭവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു അല്ലേ? ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു.
സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. എന്താണ് പറയുന്നത്? ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊരു സമത്വം ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ എല്ലാവിധ ഭക്ഷണങ്ങളും കഴിക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ആ ഒരു വിവേചനത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അപ്പോൾ ആരാണ് നടത്തിയത്? സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. മിശ്രഭോജനം 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല ജാതിക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എതിരെ സഹോദരൻ അയ്യപ്പൻ 1917 മെയ് 29 ചെറായിയിൽ വെച്ച് നടത്തിയതാണ് മിശ്രഭോജനം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? നമ്മളങ്ങനെ കാണാറില്ല ഇപ്പോൾ. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നു. ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഈ കുറിപ്പിൽ നമുക്ക് സഹോദരൻ അയ്യപ്പൻ്റെ ഈ മിശ്രഭോജനവും എല്ലാം ചേർക്കാവുന്നതാണ്. പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ഈ വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. വിശന്നു കരയുന്ന കുട്ടികൾ. സിറിയയിൽ കൊടും പട്ടിണി. ഉക്രൈനിലെ യുദ്ധം. ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും. അതിരൂക്ഷമായ വരൾച്ച. സൊമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട്. യുദ്ധം മൂലം രാജ്യങ്ങൾ പട്ടിണിയാകുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രാജ്യത്തെ പട്ടിണിയിലെത്തിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ പട്ടിണിക്ക് കാരണമാകുന്നു. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും പട്ടിണി ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ്? കാലാവസ്ഥാ മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ എന്നിവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. അപ്പോൾ ബംഗാളിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് 1943 ഭക്ഷ്യക്ഷാമമുണ്ടായിട്ട് 30 ലക്ഷം പേരാണ് മരണപ്പെട്ടത്. കാരണം അവരുടെ പ്രധാന ഉപജീവനമാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. എന്നാൽ ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി കൃഷിയൊക്കെ നശിച്ചു. അങ്ങനെ അവർക്ക് പട്ടിണിയായി. അപ്പോൾ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം പട്ടിണി ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു, അല്ലേ? സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. അത് നമുക്കറിയാം. എല്ലാവർക്കും ഒരുപോലെയല്ല സമ്പത്തുള്ളത് എന്ന്, അല്ലേ? പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അപ്പോൾ പണക്കാർ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പാവപ്പെട്ടവർ പട്ടിണിയിലാണ്.
ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് കേരളം പല നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന പ്ലക്കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ ഭക്ഷ്യദിന റാലി സംഘടിപ്പിക്കൂ. എന്താണ് പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത്? മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവയ്ക്കൂ, ഭക്ഷണം പാഴാക്കരുത്. അതുപോലെ നിങ്ങളും പ്ലക്കാർഡ് ഉണ്ടാക്കണം. പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും? ചർച്ച ചെയ്യൂ. കൃഷി പ്രോത്സാഹിപ്പിക്കണം, ഭക്ഷണം പാഴാക്കരുത്, സമൂഹത്തിൽ ബോധവൽക്കരണം നൽകണം, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പട്ടിണി കുറയും. ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലീ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലീ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലും ഇതെല്ലാം ഉൾപ്പെടുത്തണം. ഏതൊക്കെയാണ്? ജോവർ, റാഗി, വരക്, തിന. ഇതൊക്കെ കണ്ടില്ലേ? അവയുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കരുത്. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശരിയായി കഴിക്കണം, അത് പാഴാക്കരുത്. മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഒരുപാട് പേര് ഈ ലോകത്ത് പട്ടിണി കിടക്കുന്നുണ്ട്. ആ ചിന്ത നമുക്ക് വേണം. അനാരോഗ്യകരമായ ഭക്ഷണശീലവും ജീവിതശൈലീ രോഗങ്ങളും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. പോഷകസമൃദ്ധമായ ആഹാരം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല രോഗങ്ങൾക്കും കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കണം. പോഷകസമൃദ്ധമായ ഭക്ഷണത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളെ അകറ്റുന്നു. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് മൂലം രോഗങ്ങൾ അകന്നു നിൽക്കുന്നു. തുടർ പ്രവർത്തനങ്ങൾ. നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ തന്നെയായിരിക്കുമോ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരും അവരുടെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ടാവുക? നമുക്കൊരു അന്വേഷണം നടത്തിയാലോ? മുതിർന്നവരോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിച്ച് നോട്ട്ബുക്കിൽ എഴുതുക. ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഭക്ഷണ രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഒരു കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അത് ചെയ്യണം. 2. യുദ്ധം, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് എങ്ങനെ? ഒരു ചിത്രപ്രദർശനം സംഘടിപ്പിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ധാന്യ സംഭരണത്തിനും ഭക്ഷണം പാകം ചെയ്യാനുമായി ഉപയോഗിച്ചിരുന്ന സംഭരണികൾ, പാത്രങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുക.
4. ചെറുധാന്യങ്ങൾ ശേഖരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ലഘു വിവരണത്തോടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. അതോടൊപ്പം ഭക്ഷ്യമേളയും വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുക. 5. നിങ്ങളുടെ സ്കൂളിലെ കൃഷിത്തോട്ടത്തിലെ ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. 6. നിങ്ങളുടെ പ്രദേശത്തെ കൃഷിയിടങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്ന മാർക്കറ്റ്, ഹോട്ടലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സ്കെച്ച് വരച്ച് പ്രദർശിപ്പിക്കുക. 7. ആരോഗ്യകരമായ ഭക്ഷണശീലം എന്ന വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുമായി അഭിമുഖം സംഘടിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഈ തുടർ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ഡിയേഴ്സ്, ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്